Hi and welcome to the new video on Industry Instrumentation and Automation. So, നമ്മൾ പി എൽ സിയുടെ അഡീഷണൽ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ലാച്ചസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. നൗ വിൽ ഡിസ്കസ് അബൌട്ട് പി എൽ സി ടൈമർ. ടൈമർ എന്താണെന്നുള്ളത് ഓൾറെഡി നമുക്ക് അറിയുന്നുണ്ടാവും. ടൈമർ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. തന്നെയാണ് ടൈമർ വരുന്നത്. അപ്പോൾ പി എൽ സിയിൽ എങ്ങനെയാണ് ടൈമർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ടൈമേഴ്സാണ് അവൈലബിൾ എന്നുള്ളത് നമുക്ക് ബേസിക് ഡിസ്കഷൻ നടത്താം. ഓക്കെ. So timer is basically a device that introduces a time delay in a circuit or system during its on or off condition. So on അല്ലെങ്കിൽ ഓഫ് കണ്ടീഷനിൽ ഒരു ടൈം ഡിലേ കൊടുക്കുന്ന ഒരു ഡിവൈസിനെയാണ് ടൈമർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അതായത് ഓൺ ആക്കി ഓണിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു സെയിം കാര്യം തന്നെ പറയാം. ഒരു അവനാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അവൻ ജസ്റ്റ് ബട്ടൺ പുഷ് ചെയ്തതിന് ശേഷം ഉടനെ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് അത് ഓൺ ആവില്ല. അതിന് ചെറിയൊരു ടൈം കൊടുക്കണം ഒരു വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കാം, 15 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ അവിടെ ഒരു ഡിലേ വെക്കണം. ആ ഡിലേ വെക്കുന്നത് ടൈമറാണ്. അപ്പോൾ ടൈമർ അതിൻ്റെ ഉള്ളിൽ ടൈം അപ്ഡേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കും അവിടെ റെസ്പോണ്ട് ചെയ്യുക. അതുപോലെ ഓഫ് ചെയ്യുന്ന നേരത്തും ആ ഓഫ് നമ്മൾ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഓഫ് ആവണമെന്നില്ല. ഒരു ലേശം ഒരു ഡിലേ കഴിഞ്ഞ് ഒന്ന് കൂൾ ഡൗൺ ചെയ്തതിന് ശേഷം മാത്രം അത് ഓഫ് ആവുന്നുള്ളൂ. അപ്പം അങ്ങനത്തെ കേസുകളിലൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ടൈമർ ഉപയോഗിക്കാം. ഇപ്പോൾ ഓൺ ടൈമിലുണ്ട്, ഓഫ് ടൈമിലുണ്ട്. സോ പി എൽ സി ടൈമർ ദ ടൈം ഡിലേ ഈസ് ഇൻട്രൊഡ്യൂസ് ബൈ പ്രോഗ്രാമിംഗ്. അപ്പോൾ പ്രോഗ്രാമിംഗ് വഴി നമുക്ക് ഈ ടൈം ഡിലേ മാറ്റാനും ഒക്കെ പറ്റും. മില്ലി സെക്കൻഡ്, മൈക്രോ സെക്കൻഡ്, സെക്കൻഡ്സ് ഒക്കെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. Then an on delay timer will wait for a set time after a line of ladder logic has been true before turning on, but it will turn off immediately. ഒരു ഓൺ ഡിലേ ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ ഒരു കണ്ടീഷൻ ഓക്കെ ആയി കഴിഞ്ഞാൽ, അതായത് ട്രൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലേശം നേരം ഒരു ഇത്തിരി ഡിലേ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവിടെ സംഭവം ഓൺ ആക്കുള്ളൂ. അപ്പോൾ അതാണ് ഓൺ ഡിലേ ടൈമർ. ഇറ്റ് വിൽ വെയിറ്റ് ഫോർ എ സെറ്റ് ഓഫ് ടൈം ആഫ്റ്റർ എ ലൈൻ ഓഫ് ലാഡർ ലോജിക് ഹാസ് ബീൻ ട്രൂ ബിഫോർ ടേണിംഗ് ഓൺ. സോ ശരിക്കും ഓൺ ആവുന്നതിന് മുന്നേ ട്രൂ ആയി കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഓൺ ആവുന്ന കേസുകളെ നമ്മൾ ഇതുവരെ പറഞ്ഞുള്ളൂ അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ട്രൂ ആയി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു ഡിലേ ഇട്ടതിന് ശേഷമേ ഓൺ ആവുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഓഫ് ഡിലേ ടൈമർ ഉണ്ട്. അതേപോലെ ഇറ്റ് വിൽ ടേൺ ഓൺ ഇമ്മീഡിയറ്റ്ലി വെൻ എ ലൈൻ ഓഫ് ലാഡർ ലോജിക് ഈസ് ട്രൂ. ഇപ്പോൾ ഓൺ ആവുന്നത് നോർമൽ തന്നെ, ബട്ട് ഇറ്റ് വിൽ ഡിലേ ബിഫോർ ഇറ്റ് ഗോയിങ് ടു ഓഫ് കണ്ടീഷൻ. ഇപ്പോൾ ഓഫ് ആവുന്നതിന് ഇപ്പോൾ നമ്മൾ ലോ ആക്കി കഴിഞ്ഞാലും ഓഫ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഡിലേ എടുക്കും. അപ്പോൾ അവിടെ എന്തായി ഓഫ് ആവേണ്ട കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും ഒരു ഡിലേ ആയി കഴിഞ്ഞതിന് ശേഷമേ ഓഫ് ആവുള്ളൂ. പക്ഷെ അതാണ് വ്യത്യാസം. ഇപ്പോൾ ഓൺ ഡിലേ ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ എന്നുള്ള കമാൻഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞിട്ടേ ഓൺ ആവുള്ളൂ. ഓഫ് ഡിലേ എന്ന് പറഞ്ഞാൽ ഓഫ് കമാൻഡ് വന്നാലും കുറച്ച് കഴിഞ്ഞിട്ടേ ഓഫ് ആവുള്ളൂ. പക്ഷെ ഓൺ ഡിലേ ടൈമർ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഓഫ് ആവുകയും ചെയ്യും, ഓഫ് ഡിലേ ടൈമർ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഓൺ ആവുകയും ചെയ്യും. അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ പർപ്പസ് അത് ചെയ്യത്തുള്ളൂ. ഓക്കെ. സോ അതിൽ തന്നെ രണ്ട് ടൈപ്പുകളും കൂടിയും വരുന്നുണ്ട്. റിട്ടൻറ്റീവും ഉണ്ട്, നോൺ റിട്ടൻറ്റീവും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് മൊത്തത്തിൽ 4 ടൈമേഴ്സാണ് ഇതിൽ വരുന്നത്. അതിൽ റിട്ടൻറ്റീവ് എന്താ, നോൺ റിട്ടൻറ്റീവ് എന്താ എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ അടുത്തതിൽ പറയാം. അതിൽ മുന്നേ ഇതൊന്ന് ഓർത്ത് വയ്ക്കാം. റിട്ടൻറ്റീവിൽ ആർ ടി ഒ, ആർ ടി എഫ് എന്നാണ് ഉപയോഗിക്കുക. ആർ ടി എന്ന് പറഞ്ഞാൽ റിട്ടൻറ്റീവ് എന്നുള്ള അർത്ഥത്തിൽ ആലോചിക്കുക. ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഡിലേ. അപ്പോൾ ആർ ടി ഒ എന്ന് പറഞ്ഞാൽ റിട്ടൻറ്റീവ് ഓൺ ഡിലേ ടൈമർ, ആർ ടി എഫ് എന്ന് പറഞ്ഞാൽ റിട്ടൻറ്റീവ് ഓഫ് ഡിലേ ടൈമർ. ഇനിയിപ്പോൾ വെറും ടി ആണെങ്കിൽ അത് നോൺ റിട്ടൻറ്റീവ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ടി ഓൺ, നോൺ റിട്ടൻറ്റീവ് ഓൺ ടൈമർ. ടി ഓഫ്, ഒ എഫ് എ ഉള്ളൂ. നോൺ റിട്ടൻറ്റീവ് ഓഫ് ടൈമർ അതാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതെന്താണെന്നുള്ളത് ഞാൻ പറയും. സോ റിട്ടൻറ്റീവ് ടൈമർ വിൽ സം ഓൾ ഓഫ് ദ ഓൺ ഓർ ഓഫ് ടൈം ഫോർ എ ടൈമർ. അപ്പോൾ ആ ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടൻറ്റീവ് ആണ്, അങ്ങനെ ക്യുമുലേറ്റീവ് ആണ്. ക്യുമുലേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വട്ടം നമ്മൾ ടൈമർ ഓണായി 1 2 3 4 5 നിന്ന് വിചാരിച്ചോ, അടുത്ത വട്ടം ആ ടൈമർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും 5 എന്നാണ് തുടങ്ങുന്നത്. സോ ഇറ്റ് വിൽ ഗോ ഫ്രം 6 7 8 അങ്ങനെയാണ് പോവുക. ഈവൺ ഇഫ് ദ ടൈമർ നെവർ ഫിനിഷ്ഡ്, അത് വീണ്ടും അത് ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതാണ് റിട്ടൻറ്റീവ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ക്യുമുലേറ്റീവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി നേരെ തിരിച്ച് നോൺ റിട്ടൻറ്റീവ് ടൈമർ വിൽ സ്റ്റാർട്ട് ടൈമിങ് ദ ഡിലേ ഫ്രം 0 ഈച്ച് ടൈം. എല്ലാ വട്ടവും എന്ത് ചെയ്യും, അത് ഇനീഷ്യലൈസ് റീസെറ്റ് ആവുന്നുണ്ട്. റീസെറ്റായി 0യിലേക്ക് പോയി ആ 0യിൽ നിന്നാണ് വീണ്ടും തുടങ്ങുന്നത്. അതാണ് നോൺ റിട്ടൻറ്റീവ്. റിട്ടൻറ്റീവ് ക്യുമുലേറ്റീവും നോൺ റിട്ടൻറ്റീവ് എന്താ പറയുക റീസെറ്റ് ടൈമറും ആണെന്നുള്ള ആലോചിച്ചാൽ മതി. റിട്ടൻറ്റീവ് റീസെറ്റ് ആവില്ല. നോൺ റിട്ടൻറ്റീവ് ഓരോ വട്ടം അത് കഴിയുമ്പോഴും റീസെറ്റ് ആയി വീണ്ടും 0യിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അത് വ്യത്യാസമുണ്ട്. അത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ
മനസ്സിലാക്കാൻ പറ്റും. സോ ടിപ്പിക്കൽ അപ്ലിക്കേഷൻസ് ഫോർ റിട്ടൻറ്റീവ് ടൈമേഴ്സ് ഇൻക്ലൂഡ് ട്രാക്കിംഗ് ദ ടൈം ബിഫോർ മെയിൻ്റനൻസ് ഈസ് നീഡഡ്. അല്ലേ, മെയിൻ്റനൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഓരോ ദിവസത്തെ മാത്രം നോക്കിയാൽ പോരാ. അപ്പോൾ എല്ലാം മൊത്തം അത് ഓപ്പറേറ്റ് ചെയ്ത ടൈം നമുക്ക് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മളത് തീരുമാനിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് ക്യുമുലേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അവിടെ റിട്ടൻറ്റീവ് ടൈമർ നമുക്ക് യൂസ് ചെയ്യാം. നേരെ തിരിച്ച് നോൺ റിട്ടൻറ്റീവ് ടൈമർ ക്യാൻ ബി യൂസ്ഡ് ഫോർ എ സ്റ്റാർട്ട് ബട്ടൺ ടു ഗിവ് എ ഷോർട്ട് ഡിലേ ബിഫോർ കൺവെയർ ബിഗിൻ മൂവ്. ഇപ്പോൾ കൺവെയറിൻ്റെ കേസിലും ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യം തന്നെ, നമ്മൾ ബട്ടൺ പ്രസ് ചെയ്താൽ ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്നും ഓൺ ആവില്ല. ഒരു 10 സെക്കൻഡ് എങ്ങാനും 5 സെക്കൻഡോ ഡിലേ കഴിഞ്ഞതിന് ശേഷമാണ് അത് ഓൺ ആവുക. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? നോൺ റിട്ടൻറ്റീവ് ടൈമേഴ്സ് ഉപയോഗിക്കാം. ഓക്കെ. സോ വെറൈറ്റി ഓഫ് ടൈം ബേസ് ഈസ് അവൈലബിൾ. ഒരുപാട് ടൈം ബേസുകൾ അവൈലബിൾ ആണ്. മോസ്റ്റ് കോമൺ ടൈം ബേസസ് ആർ 0.01 സെക്കൻഡ്, 0.1 സെക്കൻഡ്, 1 സെക്കൻഡ് എക്സെട്ര. ആൻഡ് ഇതിലൊരു അക്യുമുലേറ്റർ ഉണ്ടായിരിക്കും. അക്യുമുലേറ്റർ വാല്യൂ ഓർ ACC. ദിസ് ഈസ് ദ ടൈം ദാറ്റ് ഹാസ് ഇലാപ്സ് സിൻസ് ദ ടൈമർ വാസ് ലാസ്റ്റ് റീസെറ്റ്. അപ്പോൾ ടൈമർ ലാസ്റ്റ് റീസെറ്റ് ആയതിനു ശേഷം എത്ര ടൈം ആയി എന്നുള്ളത് അവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അക്യുമുലേറ്ററിലെ വാല്യൂയിൽ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് വെൻ എനേബിൾ ടൈമർ അപ്ഡേറ്റ്സ് ഈസ് കണ്ടിന്യൂസ്ലി. ഇപ്പോൾ ടൈമർ എനേബിൾ ആയി കഴിഞ്ഞാൽ ഈ അക്യുമുലേറ്റർ വാല്യൂ ആണ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ. പിന്നെ ഒരു പ്രീസെറ്റ് വാല്യൂ ഉണ്ടായിരിക്കും, PRF എന്ന് പറയും. സോ ദിസ് സ്പെസിഫൈസ് ദ വാല്യൂ ദാറ്റ് ദ ടൈമർ മസ്റ്റ് റീച്ച് ബിഫോർ ദ കൺട്രോളർ സെറ്റ്സ് ദ ഡൺ ബിറ്റ്. അപ്പോൾ ഇതിന് ടൈമറിന് ഒരു ഡൺ ബിറ്റ് എന്നുള്ള ഒരു എനേബിൾ ബിറ്റ് ഉണ്ട്. അത് എപ്പോഴാണ് ടൈമർ വർക്ക് ചെയ്യുന്നത്. അതേപോലെ ഒരു ഡൺ ബിറ്റ് ഉണ്ട്. ഈ ഡൺ ബിറ്റ് എപ്പോഴാണ് വരിക വെച്ച് കഴിഞ്ഞാൽ ടൈമറിന് ഒരു പ്രീസെറ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ടാവും, ഇത്ര സെക്കൻഡ് എന്നുള്ളതൊക്കെ പറയുന്നത്. അപ്പോൾ അത് എത്തിക്കഴിഞ്ഞാൽ അത് ഡൺ ആയി എന്നുള്ളത് അവിടെ കാണിക്കും. അപ്പോൾ അതാണ് പ്രീസെറ്റ് വാല്യൂവിൻ്റെ ഇത് വരുന്നത്. അക്യുമുലേറ്ററിലാണ് ഇതിങ്ങനെ കൗണ്ടിങ് എന്താ ടൈം ഇൻക്രീസ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദ പ്രീസെറ്റ് വാല്യൂ സ്പെസിഫൈസ് ദ വാല്യൂ ദാറ്റ് ദ ടൈമർ മസ്റ്റ് റീച്ച് ബിഫോർ ദ കൺട്രോളർ സെറ്റ്സ് ദ ഡൺ ബിറ്റ്. അപ്പോൾ ഈ ഡൺ ബിറ്റിൻ്റെ ബേസിലായിരിക്കും നമ്മൾ അതിലെന്തെങ്കിലും വേറെ പ്രോസസ്സിനെ കണക്ട് ചെയ്ത് എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. സോ ദ പ്രോഗ്രാമർ ഡിറ്റർമിൻസ് ദ പ്രീസെറ്റ് ടൈം. പ്രോഗ്രാമർക്ക് പ്രീസെറ്റ് ടൈം ഡിറ്റർമിൻ ചെയ്തേക്കാം. ആൻഡ് വെൻ ദ accumulator value becomes equal to or greater than the preset value, the timer stops operating and the done bit is set. അപ്പോൾ ഗ്രേറ്റർ ഓർ ദാൻ ഓർ ഈക്വൽ 5 സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ 5 സെക്കൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൺ ബിറ്റ് അവിടെ സെറ്റായി, അത് ഇതിൻ്റെ പരിപാടി അവസാനിപ്പിക്കും ടൈമർ. അപ്പോൾ അതാണ് നടക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അതിനെ കണക്റ്റഡ് ആയിട്ടുള്ള എന്താ പറയുക കണ്ടീഷൻ എന്താണോ കൊടുത്തിട്ടുള്ള, ഓപ്പറേഷൻ എന്താണോ കൊടുത്തിട്ടുള്ള അതവിടെ നടക്കും. സോ ദിസ് ബിറ്റ് ക്യാൻ ബി യൂസ് ടു കൺട്രോൾ ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഡൺ ബിറ്റ് ആയിരിക്കും ടൈമറിൻ്റെ ഡൺ ബിറ്റ് വെച്ചിട്ടായിരിക്കും ഔട്ട്പുട്ട് ഡിവൈസ് കൺട്രോൾ വരുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇതൊരു അലൻ ബ്രാഡ്ലി ടി ഓൺ ടൈമറാണ്, അലൻ ബ്രാഡ്ലി ടൈമറാണ്. സോ ടി ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഓർമ്മ വേണം. ടി ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, വേണമെങ്കിൽ നമുക്ക് പിന്നിലേക്ക് ഒന്നുകൂടി പോയി നോക്കിയിട്ട് വരാം. 2 ടൈപ്പ് ടൈമേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, റിട്ടൻറ്റീവും നോൺ റിട്ടൻറ്റീവും. ഇപ്പോൾ ടി ഓൺ എന്ന് പറഞ്ഞാൽ ഏതാ, നോൺ റിട്ടൻറ്റീവിലാണ് നോക്കുക. ടി ഓണും ടി ഓഫും വരുന്നത് നോൺ റിട്ടൻറ്റീവ് ആണ്. നോൺ റിട്ടൻറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ വട്ടവും 0 ഇനീഷ്യലൈസ് ചെയ്യും, റീസെറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ആലോചിച്ച് വയ്ക്കേണ്ടത്. ഇപ്പോൾ പറയുന്നത് നമ്മൾ നോൺ റിട്ടൻറ്റീവ് ടൈമേഴ്സ് ആണ്, എപ്പോഴും 0യിലേക്ക് തിരിച്ചു പോയി കൗണ്ടിങ് തുടങ്ങുന്നത് ആണ്. ഓക്കെ. അപ്പോൾ നോക്കുക എന്തൊക്കെയാണെന്നുള്ളത് സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഇപ്പോൾ എ എന്നുള്ള ഒരു ഇൻപുട്ട്, ഇതാണ് നമ്മുടെ ടൈമർ. ആ ടൈമറിൽ ഇതൊക്കെയാണ് ഉണ്ടാവുക. ടൈമറിൻ്റെ പേരുണ്ടാവും, പ്രീസെറ്റ് വാല്യൂ ഉണ്ടാവും, അക്യുമുലേറ്ററിൻ്റെ ഇനീഷ്യൽ വാല്യൂ ഉണ്ടാവും. അപ്പോൾ ടൈമർ എക്സാമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ. പ്രീസെറ്റ് വാല്യൂ 4000, ഇത് മില്ലി സെക്കൻഡ് ആണ് കാണിക്കേണ്ടാവുക. സോ 4000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സെക്കൻഡ്സ് ആണ്. 4000 മില്ലി സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ 4 സെക്കൻഡ്സ്. അക്യുമുലേറ്റർ 0 ആണ്. പിന്നെ ഇതിനൊരു എനേബിൾ ബിറ്റും ഉണ്ട്, ഡൺ ബിറ്റും ഉണ്ട്, പിന്നെ ഒരു TTയും കൂടി ഉണ്ട്. ഇത് ടൈമർ ടൈം കാണിക്കുന്നത്, വർക്കിംഗ് ടൈം കാണിക്കാനുള്ളതാണ്. അപ്പോൾ അതിവിടെ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, വേണമെങ്കിൽ കാണിക്കാം TT എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും എനേബിൾ എപ്പോഴാവും എനേബിൾ ആവുക, ടൈമർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനേബിൾ ഹൈ ആയി നിൽക്കും. അതേപോലെ ഡൺ എപ്പോഴാണ് വരിക, ഈ കേസിലാണെങ്കിൽ 4 സെക്കൻഡ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡൺ ബിറ്റ് ഹൈ ആവും. ഈ ഡൺ ബിറ്റ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ നമ്മളുടെ എന്താണോ കണക്ട് ചെയ്യേണ്ടത് അതിന് കണക്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ example.dn, അതിൻ്റെ അർത്ഥം എക്സാമ്പിൾ എന്ന് പറഞ്ഞ ടൈമറിൽ .dn എന്ന് പറഞ്ഞാൽ ഡൺ ബിറ്റ് ആണ് ഇവിടെ വരുന്നത് എന്നർത്ഥം. ഓക്കെ. സോ example.dn, അതിലേക്കാണ് B എന്ന് പറഞ്ഞിട്ട് ഡിവൈസ് നമ്മൾ കണക്ട് ആയിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ. ഇനി വളരെ സിമ്പിളായിട്ട് നമുക്കിത് മനസ്സിലാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എ എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എയുടെ ഒരു സീക്വൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കുറച്ച് നേരം ഹൈ ആയി, ആദ്യം ലോ ആണ്, പിന്നെ കുറച്ച് നേരം ഹൈ ആയി, പിന്നെ ലോ ആണ്, പിന്നെ ഹൈ ആയി, പിന്നെ ലോ ആണ്, അങ്ങനെ പോകുന്നു. ഇതിനനുസരിച്ച് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് നോക്കണം. ഓക്കെ. അപ്പോൾ അതിൻ്റെ എനേബിൾ ബിറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, എക്സാമ്പിളിൻ്റെ ഡൺ ബിറ്റ് കാണിച്ചിട്ടുണ്ട്, എക്സാമ്പിളിൻ്റെ TT ബിറ്റും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലുള്ളതാണ് ബി ആണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. അതെപ്പോൾ ഹൈ ആവുന്നതാണ് നോക്കുന്നത്. പിന്നെ അതിൻ്റെ ഏറ്റവും അടിയിൽ അക്യുമുലേറ്റർ ആണ്. അപ്പോൾ അക്യുമുലേറ്റർ നമുക്ക് ഇനീഷ്യലി 0 ആണെന്ന് അറിയാം. ഇപ്പോൾ 0 ആയി തന്നെ എടുക്കുന്നു.
ഓക്കെ. പിന്നെ ഇത്രയും നേരം എ എന്ത് തന്നെയാണ്, ലോ തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പറ്റില്ല. അതൊരു 3 സെക്കൻഡ് എന്നുള്ള രീതിയിൽ കാണിച്ചത്. അപ്പോൾ ആ 3 സെക്കൻഡ് നേരത്തേക്കും അക്യുമുലേറ്റർ എന്തായി തന്നെ നിൽക്കും, 0 ആയി തന്നെ. ഒന്നിലും ഒരു മാറ്റവും ഇല്ല. എനേബിൾ ആണോ കൗണ്ടർ, സോറി ടൈമർ അല്ല, കാരണം എ 0 ആണല്ലോ. അപ്പോൾ എനേബിളും ലോ ആയി നിൽക്കും. ഡൺ ബിറ്റ് എന്തായി നിൽക്കും, കഴിഞ്ഞിട്ടില്ല ഒന്നും, അപ്പോൾ ലോ ആയി തന്നെ നിൽക്കും. ടി എന്താ ലോ ആയി നിൽക്കും. ഔട്ട്പുട്ടും എന്താ ലോ ആയി തന്നെ നിൽക്കും. ഓക്കെ. ഇനി ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ എ എന്ന് പറയുന്നത് ഹൈ ആയി. ഓക്കെ. ഇപ്പോൾ നമ്മളെല്ലാം ഇൻസ്റ്റൻറ്റേനിയസ്ലി വർക്ക് ചെയ്യുന്ന രീതിയിലാണ് എടുക്കുക. ഇത് ഹൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈമർ എനേബിൾ ആയി നടത്തും. അപ്പോൾ എനേബിൾ ബിറ്റ് എന്താവണം, ഹൈ ആവണം. സോ എനേബിൾ ബിറ്റ് ഹൈ ആവണം. ഡൺ ഒന്നും ആവില്ല, കാരണം കൗണ്ട് ചെയ്യാൻ അത് ടൈമർ ഓൺ ആവണല്ലോ. ടൈമർ ഓൺ ആകുമ്പോൾ അപ്പോൾ തന്നെ ടിയും ഓൺ ആവട്ടെ. ടിയും ടൈമർ റൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ വെച്ച് തുടങ്ങുകയാണ്, 0-ൽ നിന്ന് തുടങ്ങുകയാണ്. പിന്നെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് 3 സെക്കൻഡ് നേരത്തേക്ക് ഇതിന് ഓൺ ആയി നിന്നത്. 3 സെക്കൻഡ് വിചാരിക്കും. ഇപ്പോൾ 3 to 6 നേരത്തേക്കാണ് ഇത് ഓൺ ആയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിക്കുക, അക്യുമുലേറ്ററിലത്തെ വാല്യൂ ഇതേപോലെ ഇങ്ങനെ കൂടി വരും. അപ്പോൾ 3 to 6 എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ് അല്ലല്ലോ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ എൻഡിൽ എത്രയാണ്, 3 സെക്കൻഡിലാണ് അക്യുമുലേറ്റർ എത്തുക. ഓക്കെ. അപ്പോൾ അക്യുമുലേറ്റർ 3-ൽ എത്തുള്ളൂ ഇവിടെ വെച്ചിട്ട്. നമ്മളെ പ്രീസെറ്റ് വാല്യൂ എത്രയാണ്, 4 ആണ്. അപ്പോൾ ഡൺ ആയോ, ഇല്ല. കാരണം എന്താ, അക്യുമുലേറ്ററിൻ്റെ വാല്യൂ 3 എത്തിയിട്ടുള്ളൂ, 3000 എത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ 3 സെക്കൻഡ് എത്തിയിട്ടുള്ളൂ. നമുക്ക് ഇവിടെ വേണ്ടത് 4 സെക്കൻഡാണ്. അപ്പോൾ ഡൺ എന്നുള്ള ഒരു കണ്ടീഷൻ എത്തിയില്ല. അതിന് മുന്നേ ഇത് ഓഫായി. ഇത് ഓഫായ അപ്പം തന്നെ എനേബിൾ എന്താവും, ഓഫ് ആവും. അതേപോലെ ഇവിടെ ഡൺ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല, കാരണം 4 എത്തിയിട്ടില്ല. അപ്പോൾ അത് അപ്പോഴും ലോ ആയി തന്നെ നിൽക്കും. ടിയും അവിടെ വെച്ച് ഓഫ് ആവും. ഇവിടെ വെച്ച് ഇത് നമ്മുടെ നോൺ റിട്ടൻറ്റീവ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കണം, നേരെ 0-ലേക്ക് വേണം അക്യുമുലേറ്റർ. റിട്ടൻറ്റീവ് ആണെങ്കിൽ 3 അവിടെ നിൽക്കും. അത് നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കുക മനസ്സിലാവും. അല്ലെങ്കിൽ ഇത് എന്തായി പോകണം, 0-ലേക്ക്. അപ്പോൾ വീണ്ടും 0 ആയി അക്യുമുലേറ്റർ 6 സെക്കൻഡിൽ. അപ്പോൾ വീണ്ടും കുറച്ച് നേരത്തേക്ക് ഈ എ എന്നുള്ള സിഗ്നൽ ഓഫായി തന്നെ കിടക്കുകയാണ്. ഇനി 9ാമത്തെ സെക്കൻഡിൽ വീണ്ടും അതിനെ ഓണായി, ഹൈ ആയി. അപ്പോൾ വീണ്ടും എനേബിൾ ഹൈ ആവും. അപ്പോഴും ഡൺ ഒന്നും ആയിട്ടില്ല. ടി അപ്പോഴും ഹൈ ആവും. പിന്നെ വീണ്ടും ഇത് കൗണ്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ നേരത്ത് ഈ വട്ടം കുറച്ച് അധികം നേരത്തേക്ക് ഇതിനെ ഓണായി നിർത്തുന്നുണ്ട്. 9 to 14 കൊടുക്കണം. 5 സെക്കൻഡ് ഇടുന്നുണ്ട്. 5 സെക്കൻഡ് ഇടുമ്പോൾ എന്തായാലും 4 വരുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ കൗണ്ട് ചെയ്യാൻ തുടങ്ങി. പതുക്കെ കയറി ഇവിടെ എത്തുമ്പോൾ എത്രയാവും, 4 ആവും. 4 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എന്തായി, ഡൺ ആയി എന്നാണ് അർത്ഥം. അപ്പോൾ 4 ആവുന്ന ഇൻസ്റ്റൻറ്റിൽ എന്താവും, ഡൺ ബിറ്റ് ഹൈ ആവും. ഓക്കെ. ഡൺ ബിറ്റ് ഹൈ ആവും. ഡൺ ബിറ്റ് ഹൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും നേരം ഇതിന് എനേബിൾ എന്ത് നിൽക്കുന്നുണ്ട്, എ നിൽക്കുന്ന നേരത്തോളമൊക്കെ എനേബിൾ നിൽക്കും. പക്ഷേ ഡൺ ഹൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൗണ്ടിങ് അവിടെ അവസാനിപ്പിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ആ നേരത്ത് ടി അവിടെ ലോ ആവും. ഓക്കെ. പിന്നെ ഡണ്ണ് ഹൈ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഡണ്ണിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് ബി ഹൈ ആവണം. അപ്പോൾ അവിടെ വെച്ച് ബി എന്താവും, ഹൈ ആവും. പിന്നെ ഇവിടെ വെച്ചിട്ട് വീണ്ടും എ ലോ ആവുന്നുണ്ട്. എ ലോ ആവുമ്പോൾ എനേബിൾ ലോ ആവും. ഡണ്ണും എന്തായി പോകും, ഓട്ടോമാറ്റിക്കലി ലോ ആവും. കാരണം അവിടുന്ന് വീണ്ടും ഓഫായി, റീസെറ്റായി അക്യുമുലേറ്റർ. അപ്പോൾ ഈ ഇത്ര നേരത്തേക്ക് മാത്രമാണ് ബി ഹൈ ആയി നിൽക്കുക. ഇനി വീണ്ടും അടുത്ത എ വരുമ്പോൾ വീണ്ടും അത് കൗണ്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഇവിടെ 2 സെക്കൻഡ് നേരത്തേക്ക് എളുപ്പമൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഇത്രയാണ് കാര്യം വരുന്നുള്ളൂ. ഇതിൽ ഇത്ര മനസ്സിലാക്കുന്നുള്ളൂ, 4 ആയപ്പോൾ മാത്രം എന്ത് വന്നുള്ളൂ, ഡണ്ണ് ഹൈ ആയുള്ളൂ. അപ്പോൾ ഡണ്ണ് ഹൈ ആയ നേരെ ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസ് ബി ഹൈ ആയി. ഓക്കെ. അപ്പോൾ ഇനി എ അവിടെ നിൽക്കുന്നൊന്നുമില്ല, എനേബിളായിട്ട് നിൽക്കുന്നൊന്നുമില്ല, അത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു നേരം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് വിട്ടു പോകും, 0-ലേക്കാണ് റീസെറ്റായി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതവിടെ തീരും. അപ്പോൾ അതാണ് ഒരു അലൻ ബ്രാഡ്ലി ടി ഓൺ ടൈമറാണ് നമ്മളിവിടെ കാണിച്ചത്, നോൺ റിട്ടൻറ്റീവ് ടൈമർ. പിന്നെ അത് ഓക്കെ. ഇപ്പോൾ ഇത് അതിൻ്റെ വർക്കിംഗ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. താല്പര്യമുള്ളവർക്ക് അത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഡീറ്റെയിൽ ആയിട്ടവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, യു ക്യാൻ ചെക്ക് ഇറ്റ്. മുഴുവൻ സ്റ്റെപ്സും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചധികം റൈറ്റിംഗ് അതിൽ വരും. താല്പര്യമുള്ളവർക്ക് നോക്കാം. അവിടെ വെച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ഡയഗ്രാം വെച്ച് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ അത് എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ റീഡ് ചെയ്യുന്നില്ല, വെറുതെ വീണ്ടും റീഡ് ചെയ്യുന്നില്ല. ഓക്കെ. ഇനി വേറൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഏതാ, അലൻ ബ്രാഡ്ലി RTO ഇവിടെ TO എന്ന് വായിക്കരുത്, ഇത് മിസ്റ്റേക്കാണ്. TO എന്ന് പകരം RTO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടൻറ്റീവ് ടൈമറാണ്. റിട്ടൻറ്റീവ് ടൈമർ എന്ന് പറഞ്ഞാൽ എന്താ, സെയിം കാര്യങ്ങളാണ്. അതിൻ്റെ ഇപ്പോൾ ഇത് മാത്രം മാറിയിട്ടുള്ളൂ. TO എന്ന് പറയുമ്പോൾ RTO ആണ് എന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ താഴെ B ഉണ്ട് കേട്ടോ, അതവിടെ B ഉണ്ട്, അതവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ B അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ വരച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വ്യത്യാസം എന്താ വരിക, അക്യുമുലേറ്ററിലത്തെ വാല്യൂ ഒരിക്കലും 0 ആവില്ല, ആഡ് ചെയ്ത് പോവുക ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ വെച്ചിട്ട് എ ഇത്ര തൊട്ടിട്ട് 3 തൊട്ടിട്ട് 6 വരെ ആയി കഴിഞ്ഞാൽ 3-ൽ വന്ന് നിൽക്കും. 3-ൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ എ ഓഫായാൽ നേരത്തെ പോലെ 0-ലേക്ക് പോവില്ല, 3 അവിടെ തന്നെ നിൽക്കും. ഇനി വീണ്ടും ഇവിടെ വെച്ച് തുടങ്ങുമ്പോൾ നേരെ 3-ൽ നിന്ന് 4-ലേക്ക് എത്തും. ഇത് 14 വരെ ഒന്നും പിടിക്കണ്ട, ഇവിടെ വെച്ച് തന്നെ എന്താവും,
4 ആവും. 4 അവിടെ വെച്ച് തന്നെ എന്തായി, ഡണ്ണായി. ഓക്കെ, ഡണ്ണായി. അത് ഡണ്ണായി അവിടെ തന്നെ കാണിക്കുന്നു. ഇനി ഇവിടെ എന്താ, ടി അവിടെ വെച്ചിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, കാരണം ഇനി ഇതിവിടെ അങ്ങനെ കീപ്പ് ഓൺ ചെയ്യാൻ നിൽക്കുകയാണ് ചെയ്യുന്നത്. അക്യുമുലേറ്ററിലത്തെ വാല്യൂ അവിടുന്ന് വിട്ടു പോകാൻ്റെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഡൺ ഇങ്ങനെ ഹൈ ആയി തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് റിട്ടൻറ്റീവ് ടൈമർ വരുന്നത്. അതേപോലെ നമുക്ക് ഇത് ടി ഓഫ് ആണ്, നോൺ റിട്ടൻറ്റീവ് ആണ്, ടി ഓഫ് ആണ്. ടി ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ടൈമറാണ്. ഓക്കെ, നേരെ ഓഫ് ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ആവാനുള്ള ഡിലേ കൊടുക്കുന്നത്. മറ്റേത് ഓൺ വന്നു കഴിഞ്ഞതിന് ശേഷം ഉള്ള ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ഓഫ് വന്നു കഴിഞ്ഞാലാണ്, ലോ ആയി കഴിഞ്ഞാലാണ് ഈ ടൈമർ വർക്ക് ചെയ്യുക എന്നുള്ള അർത്ഥം. ഇപ്പോൾ ലോ ആകുമ്പോൾ ഓൺ കൗണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലോ ആവണ നേരത്താണ് ഇവിടെ ടി ഹൈ ആയി നിൽക്കുന്നത്. ഓക്കെ, ടി ഹൈ ആയി നിൽക്കുന്നത്. അപ്പോൾ ആ നേരത്താണ് ഇതിൻ്റെ അക്യുമുലേറ്ററിലെ കൗണ്ടിങ് നടക്കുന്നത്. നോൺ റിട്ടൻറ്റീവ് ആണ്ട് എവിടെയാണ് എത്തുന്നത് അവിടെ വെച്ച് നിൽക്കും. അപ്പോൾ അവിടെ വെച്ച് നിന്നു. ഇനി അടുത്ത ലോയിൽ നിന്നാണ് വീണ്ടും തുടങ്ങുക. ടി അവിടെയാണ് ഹൈ ആവുക. വീണ്ടും ഇത് 3.5 ഇതിൽ കൊടുത്തിട്ടുള്ള പ്രീസെറ്റ് വാല്യൂ 3.5. അപ്പോൾ 3.5 എത്തുമ്പോൾ എന്താവും, ഡൺ ബിറ്റ് നേരെ തിരിച്ചാണ് ഇവിടെ കാണിക്കുക, ലോ ആണ് ആവുക. ബാക്കിയുള്ളടത്തൊക്കെ അത് ഹൈ ആയിട്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഓഫ് ഡിലേ ടൈമർ. ഇത് അതിനുള്ളൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ്. ഒരു കൺവെയർ സിസ്റ്റത്തിൻ്റെ കേസാണ്. സ്റ്റാർട്ട് ബട്ടൺ നമ്മൾ പുഷ് ചെയ്ത് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞ് 5000 മില്ലി സെക്കൻഡ് ആവണവർ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നുള്ളൂ. കാണാമല്ലോ. ഓക്കെ, അക്യുമുലേറ്ററിലെ വാല്യൂ ഇനീഷ്യലി 0 ആണ്. അപ്പോൾ ഇത് നോൺ റിട്ടൻറ്റീവ് ആണ്. എന്നിട്ട് അത് 5000 ആയാൽ മാത്രം ടൈമർ 1. അപ്പോൾ ബാക്കിയിൽ കാണിച്ചിട്ടില്ല, അതിൻ്റെ അടിയിലുണ്ടാവും, മോട്ടറിനായിരിക്കും അത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മോട്ടർ ഓൺ ആവുന്നത് അത്രയും നേരം കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും സിഗ്നൽ ഇവിടുന്ന് വരുന്നത് 5 സെക്കൻഡ് കഴിഞ്ഞതിന് മാത്രം. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഇനി ഇത് വേറൊരു ഇതിൽ കാണിക്കാവുന്നതാണ്. നമുക്കിവിടെ എക്സാമ്പിൾ തന്നെയാണ്. ഇതൊരു പ്രോഗ്രാമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ റണ്ണ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈമർ വെച്ചിട്ടുണ്ട്. 50 സെക്കൻഡാണ് കാണിച്ചിട്ടുള്ളത്. 33 വെച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് ഒന്നും നടക്കില്ല, കാരണം 10 ബിറ്റാണ് ഇവിടെ. ഔട്ട്പുട്ട് വർക്ക് ചെയ്യണമെങ്കിൽ 50 ആണ്. ഇത് നോക്കിക്കൊണ്ടിരിക്കുക, കയറി 50 ആയി കഴിഞ്ഞാൽ അപ്പോൾ വെച്ചിട്ട് ഹൈ ആയി വർക്ക് ആവും. അതാണ് എങ്ങനെയാണ് അത് നമ്മൾ ഇതിൽ എന്താ പറയുക, കോഡിൽ റൺ ചെയ്യുന്നത് കാണിച്ചതാണ്. ഓക്കെ, സോ ഇത് മുന്നേ ഞാൻ പറഞ്ഞ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളിൻ്റെ കേസാണ്. ഒരു കൺട്രോൾ ഓഫ് ഹീറ്റിംഗ് അവൻ, ഒരു അവൻ്റെ കേസാണ് വരുന്നത്. അപ്പോൾ അവൻ്റെ കേസിൽ എനിക്കിവിടെ വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, സിസ്റ്റം ഈ സ്റ്റാർട്ടഡ് വിത്ത് സ്റ്റാർട്ട് ബട്ടൺ ദാറ്റ് സീൽസ് ഇൻ ദ ഓട്ടോ മോഡ്. സിസ്റ്റം ഓട്ടോ മോഡിലോട്ട് കയറ്റി അതിനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പുഷ് ബട്ടൺ അവിടെ ഉണ്ടായിരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. ആൻഡ് ദിസ് ക്യാൻ ബി സ്റ്റോപ്ഡ് ഇഫ് ദ സ്റ്റോപ്പ് ബട്ടൺ ഈസ് പുഷ്ഡ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഈ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒരു നോർമലി ക്ലോസ്ഡ് കോണ്ടാക്റ്റ് ആയിരിക്കണം, എന്നാലാണ് അത് ശരിയാവുള്ളൂ. അപ്പോൾ അതിൽ വരച്ചിട്ടുള്ളതിൽ ഒരു ചെറിയൊരു മാറ്റം വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഇത് ശരിക്ക് നോർമലി ക്ലോസ്ഡ് ആയിട്ട് വേണം കാണിക്കാൻ. ഓക്കെ, ഇപ്പോൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത് നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള പുഷ് ബട്ടൺ ആണ്. ഇതൊക്കെ നോർമലി ഓപ്പൺ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഓട്ടോയും അതിൻ്റെ ഒപ്പം എനേബിൾ ആവും എന്നാണ്, പാരലലാണ് കാണിച്ചിട്ടുള്ളത്. എനേബിളായി എന്താ പറയുക, സിസ്റ്റം ഈ സ്റ്റാർട്ടഡ് വിത്ത് സ്റ്റാർട്ട് ബട്ടൺ ദാറ്റ് സീൽസ് ഇൻ ദ ഓട്ടോ മോഡ്. ഓട്ടോ മോഡിലോട്ട് കയറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് നോർമലി ക്ലോസ്ഡ് ആണ്ട് നേരെ അത് കണക്റ്റഡ് ആവും. ഓക്കെ, ഇനി ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ക്ലോസ്ഡ് ഓപ്പൺ ആവും. അപ്പോൾ ഇത് സ്റ്റോപ്പ് ആവും. അതാണ് സംഭവിക്കുന്നത്. സോ വെൻ ദ ഓട്ടോ ഗോസ് ഓൺ ഇനീഷ്യലി ദ T-on timer is used to sound the horn for the first 10 seconds to warn that the oven will start, and after that the horn stops and heating coil start. അതായത് നമ്മളിവിടെ സ്റ്റാർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് ഓട്ടോ മോഡാണ്. ഓട്ടോ മോഡിൽ എന്ത് സംഭവിക്കും വെച്ചാൽ ഒരു ഹോൺ അവിടെ ഇങ്ങനെ ബീപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കും. ആ 10 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ഡിലേ ആണ്, അതൊരു ടൈമർ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആ 10 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. അപ്പോൾ അത്രയും നേരം ഹോൺ അവിടെ അടിക്കും വേണം. അപ്പോൾ ഈ ഓട്ടോ ഇവിടെ എനേബിൾ ആവുമെന്ന് പറഞ്ഞു. ഈ ഓട്ടോ കണക്റ്റഡ് ആയി കിടക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ഒരു ടൈമർ T-on ടൈമർ ആണ് കേട്ടോ. ഇവിടെ കാണിച്ചിട്ടില്ല, നമ്മളിപ്പോൾ നോൺ റിട്ടൻറ്റീവ് ആണ്, എല്ലാവട്ടും റീസെറ്റ് ആവും. ടൈമറിൻ്റെ പേര് ഹീറ്റ് എന്നാണ്. ഇപ്പോൾ ഹീറ്റ് എത്ര 10 സെക്കൻഡ് ഡിലേ ആണ്. അതിൽ അക്യുമുലേറ്റർ കാണിച്ചിട്ടില്ല, കാണിക്കേണ്ട കാര്യമില്ല, 0 ആണല്ലോ എപ്പോഴും. അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ ടൈമർ കൗണ്ട് ചെയ്യുന്നത് ഹീറ്റ് ടൈമർ ആണ്. അത് കൗണ്ട് ചെയ്യുന്നത് 10 സെക്കൻഡാണ്. അതായത് ടൈമർ എണ്ണുന്നത് 10 സെക്കൻഡ് വരെയാണ്. 10 സെക്കൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സംഭവം ശരിക്കും ഓണായി. അത്ര നേരം എന്ത് വേണം, ഒരു ഓൺ അടിക്കും വേണം. അപ്പോൾ ഇതിൻ്റെ ടി ബിറ്റ്, ടി എന്ന് പറഞ്ഞാൽ ഇത് ഓൺ ആയിരിക്കുന്ന നേരത്തുള്ള ബിറ്റ്. ടി ബിറ്റ് എന്തിലേക്ക് കണക്ട് ചെയ്തിരിക്കാൻ, ഒരു ഹോണിലേക്ക് നോക്കുക. ഹീറ്റ് ഡോട്ട് ടി ഹീറ്റ് എന്നാണല്ലോ ഇതിൻ്റെ പേര്. ഹീറ്റ് ഡോട്ട് ടി ഹോണിലേക്ക് കൊടുത്താൽ ആ കൗണ്ട് ചെയ്യുന്ന ആ ടൈമർ റൺ ചെയ്യുന്ന 10 സെക്കൻഡ് നേരത്തും ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ,
ഇപ്പോൾ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. ഇനി ഹീറ്റിൻ്റെ ഡൺ ബിറ്റ് 10 സെക്കൻഡ് കഴിഞ്ഞത് ഡൺ ആവുമല്ലോ, ആ ഡൺ ബിറ്റാണ് ഹീറ്റിംഗ് കോയിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 10 സെക്കൻഡ് കഴിയുമ്പോഴാണ് ഹീറ്റിംഗ് കോയിൽസ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. സോ വെൻ ദ ഓട്ടോ ഗോസ് ഓൺ ഇനീഷ്യലി the timer T on is used to sound the horn for the first 10 seconds to warn that the oven will start. And after that the horn stops and the heating coil start. അപ്പോൾ ഹീറ്റിംഗ് കോയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് ഒന്നാമത്തെ ടൈമർ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ നമുക്ക് ഒരു കാര്യം കൂടി വേണമല്ലോ, ഓഫ് ടൈമർ വേണം. അപ്പോൾ ഒരു ഓഫ് ടൈമർ. സോ വെൻ ദ അവൻ ഈസ് ടേൺ ഓഫ് ദ ഫാൻ കണ്ടിന്യൂസ് ടു ബ്ലോ ഫോർ 300 സെക്കൻഡ്സ് ഓർ 5 മിനിറ്റ്സ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തേക്കും കൂടി അവിടെ ഫാൻ ഒന്ന് കറങ്ങണം. എന്നാൽ അതിൻ്റെ കൂളിങ്ങിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് ഓഫ് ആവാൻ പാടുള്ളൂ. അപ്പോൾ സെയിം ഓട്ടോയിൽ തന്നെ നമ്മളിത് കണക്ട് ചെയ്തിട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ ഓട്ടോ ഇതാവുമല്ലോ, ലോ ആവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യേണ്ട സാധനമാണ് ഇത്. ഇപ്പോൾ ഇവിടെ ടി ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നോൺ റിട്ടൻറ്റീവ് തന്നെയാണ്. 300 സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. ടൈമർ കൂളിംഗ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ കൂളിംഗ് ഡോട്ട് അതിൻ്റെ ഡൺ ബിറ്റ് എന്തിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും? ഒരു ഫാനിനായിട്ട്. ഓക്കെ. അപ്പോൾ അതിന് അത്രയും ഡിലേ അവിടെ വരും. എത്ര? 300 സെക്കൻഡ് അല്ലെങ്കിൽ 5 മിനിറ്റ്. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ. ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 സെക്കൻഡ് നേരത്തേക്ക് ഹോൺ ഒരു ബീപ്പ് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും. ആ 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഹീറ്റിംഗ് ഓയിൽ ഓൺ ആവുള്ളൂ. ഇനിയിപ്പോൾ ഓഫാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഓഫ് വന്നതിന് ശേഷം 5 മിനിറ്റ് നേരത്തേക്കും കൂടിയും ഫാൻ അവിടെ കറങ്ങും. എന്നിട്ടേ അത് ഓഫ് ആവുള്ളൂ. ഓക്കെ. ഇത്രയാണ് ഇതിൽ നമ്മൾ വരുന്നത് ടൈമറിൽ. താങ്ക് യു.